അപ്പൊ എല്ലാരും എത്തിയല്ലോ. ഇന്നത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ ആരെങ്കിലും തുടങ്ങിയാട്ടെ. സാറേ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ PT സാറായ മനു സാറ് ഞങ്ങൾക്ക് PT പീരീഡ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതെ സാറേ, PT പീരീഡ് ക്ലാസ് എടുക്കാൻ മനു സാറ് സമ്മതിക്കുന്നില്ല. ഇതന്നെയല്ലേ അവരും പറഞ്ഞേ? ആണോ സാറേ? കഴിഞ്ഞ 2 തവണ ഞാൻ PT പീരീഡ് ക്ലാസ് എടുക്കാൻ പോയപ്പോ ഈ മനു സാറ് എന്നെ നിഷ്കരണം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അത്രയും കുട്ടികളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ സാറേ. ഈ PT പീരീഡ് ക്ലാസ് കിട്ടിയില്ല ഞങ്ങൾ എങ്ങനെ പോഷൻ തീർക്കും? ശരിയാ സാറേ, ഈ PTക്ക് പിള്ളേർ ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ക്ലാസ് എടുത്താലേ അത്ര പോഷൻ തീരത്തില്ലയോ? അതെന്താ ഈ സാർ മനസ്സിലാക്കാത്തെ? അതൊക്കെ പഴയ PT സാർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ക്ലാസ് എടുക്കുന്നു എന്ന് ചോദിക്കുക. എന്നിട്ട് സാർ ഒരു മൂലയ്ക്ക് പോയി കിടന്നുറങ്ങും. അതുപോലെ ഈ സാറിന് ഒരു മൂലയ്ക്ക് പോയി കിടന്നുറങ്ങിയാൽ എന്താ? അത് ശരി. അതുകൊണ്ട് ഈ ഗുരുതരമായ പ്രശ്നത്തിൽ പ്രിൻസിപ്പൾ ഒരു നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ഒരു വശം മാത്രം കേട്ട് എനിക്ക് തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല. സാറിന് എന്താ പറയാനുള്ളത്? പഴയ PT സാറിന്റെ കൂട്ട് ഒരു മൂലയ്ക്ക് കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. അതിനല്ല എനിക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് എൻ്റെ പീരീഡ് പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കും. അതിന് ഏത് പൊന്നുമക്കൾ പറഞ്ഞാലും ഞാൻ ഇറക്കിയിരിക്കും. കുട്ടികൾ പഠിച്ച് മാത്രമല്ല കായികപരമായിട്ടും വളരണം. അതുകൊണ്ട് PT പീരീഡ് PTക്ക് മാത്രമുള്ളതായിരിക്കും. ഇത്രേ ഉള്ളൂ സാറേ എനിക്ക് പറയാൻ. സാറേ, മനസ്സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ പരീക്ഷകളിൽ PT എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇല്ല. അതുകൊണ്ട് ഇതിന് വ്യക്തമായ ഒരു തീരുമാനം സാർ എടുത്തേ പറ്റൂ. നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ പോഷൻ തീരുന്നില്ല? തീരുന്നില്ല. ടീച്ചറിന് ഒരാഴ്ച ഒരു ക്ലാസ് എത്ര പീരീഡ് വെച്ച് കിട്ടും? എനിക്ക് ഒരാഴ്ച ഓരോ ക്ലാസ്സിൽ 9 പീരീഡ് വീതം കിട്ടും. ടീച്ചറിനോ? എനിക്കൊരു 7, 8, 9 എന്നിട്ടും പോഷൻ തീരുന്നില്ല. ഇനി PT പീരീഡ് കിട്ടിയ എല്ലാം തികഞ്ഞ്. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാം. ഈ 8, 9 പീരീഡ് കിട്ടിയിട്ടും തീർക്കാത്തവര് തീർക്കണ്ട. അതുകൊണ്ട് സാറ് പറഞ്ഞു കൂട്ട് PT പീരീഡിന് മാത്രമുള്ളതായിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു.